മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ രാജ്യതലസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. പ്രതിഷേധങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നു. വളരെ വളരെ വലിയ പരാജയമായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. ഞാൻ ലളിതമായിട്ട് മലയാളികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കാര്യം അങ്ങ് മുന്നോട്ട് വെക്കാം. നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി അവർ ഏതെങ്കിലും ഒരു ബീച്ചിൽ ഒരു പ്രോഗ്രാം നടത്തിയാൽ ആ പ്രോഗ്രാമിലേക്ക് വരുന്നതിന്റെ പകുതി പോയിട്ട് അതിന്റെ പകുതി പോലും ആളുകൾ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി രാജ്യതലസ്ഥാനത്ത് പ്രതിഷേധത്തിന് ആളെ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, 2 കോടിയിലൊക്കെ അധികം ആളുകൾ ഫോളോ ചെയ്ത് രാജ്യത്തങ്ങ് മലമറയ്ക്കാമെന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ആ ഫോളോ ചെയ്തതിൽ 1% പോലും ആളുകൾ വന്നിട്ടില്ല. ഇതുകൊണ്ടൊക്കെയാണ് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് എതിരെയായിട്ടുള്ള ശത്രു രാജ്യങ്ങളായിട്ടുള്ള ഭീകര പാകിസ്ഥാൻ രാജ്യങ്ങളിൽ നിന്ന് പോലും ഫോളോവേഴ്സ് ഉണ്ട്. അവരെങ്ങനെയാ നമ്മുടെ രാജ്യാതിർത്തിയും കടന്ന് നമ്മുടെ തലസ്ഥാന നഗരിയിലേക്ക് എത്തി സ്ഥാപകൻ വരുമ്പോ പ്രതിഷേധത്തിലൊക്കെ പങ്കെടുക്കുക? അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾക്ക് കൂട്ടമായിട്ട് നമ്മുടെ രാജ്യ തലസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും? ഒരിക്കലുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടോ സംഭവിച്ചത് കോക്രോച്ച് ജനതാ പാർട്ടി ഒരു ലോക പരാജയമായിട്ട് മാറി എന്നുള്ളതാണ്. അതേസമയം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? മാധു ഒരു ഭാഗത്തുനിന്ന്, റിപ്പോർട്ടർ ചാനലിലെ മാധു ഒക്കെ ഒരു ഭാഗത്തുനിന്ന് ഗോദി മീഡിയാസ് ഒന്നും ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അല്ല, മാധു ഗോദി മീഡിയ എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? നാഷണൽ മീഡിയാസിനെ കുറിച്ച്. അപ്പൊ മാധുവിന്റെ ചാനൽ ഏതാ? ഞങ്ങൾ മരമുറി ചാനൽ എന്ന് പറയണോ അല്ലെങ്കിൽ കമ്മി ചാനൽ എന്ന് പറയണോ? ലളിതമായിട്ടുള്ള നിഷ്പക്ഷ മലയാളികളുടെ ചോദ്യം. ഈ വാർത്ത കൊടുക്കുമ്പോൾ പോലും മോദിയോടുള്ള ഒരു എതിർപ്പ്, BJP-യോടുള്ള ഒരു എതിർപ്പറ്റ് പീക്കിലെത്തിയിട്ടാ ഗോദി മീഡിയ കൊടുക്കുന്നില്ലോ എന്ന്. ഇവിടെ ബോധമുള്ള ഏതെങ്കിലും ഒരു മീഡിയാസ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യും? എന്റെ ലളിതമായിട്ടുള്ള ചോദ്യം. അനുകൂലിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യും? അവരുടെ പ്രധാനപ്പെട്ട 4ാമത്തെ ആവശ്യം എന്താ? ഈ കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ചതിൽ പ്രധാനപ്പെട്ട 5 ആവശ്യങ്ങളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 4ാമത്തെ ആവശ്യം എന്ന് പറയുന്നത് അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസുകൾ റദ്ദാക്കി യഥാർത്ഥ സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് വഴി ഒരുക്കും. എന്റെ ലളിതമായിട്ടുള്ള ചോദ്യം. അദാനിയുടെയും അംബാനിയുടെയും എന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ അടപ്പിക്കുമെന്ന് പറയുന്നതിനെ അല്ലേ ബോധമുള്ള ആളുകൾക്ക് കൈയടിക്കാൻ സാധിക്കൂ? ഇത് അദാനിയോടും അംബാനിയോടുമുള്ള വെറുപ്പിന്റെ കാരണം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകരുള്ള ദേഷ്യം കാരണം ഇവരുടെ സകല മാധ്യമങ്ങളും പൂട്ടിക്കുമെന്ന് പറയുന്നതിനെ ഫാസിസം എന്ന് പറയും, അടിച്ചമർത്തൽ എന്ന് പറയും, ഏകാധിപത്യം എന്ന് പറയും. അതിനെങ്ങനെയാണ് ബോധമുള്ള മറ്റ് മാധ്യമങ്ങൾക്ക് ഇന്ന് അദാനിയും അംബാനിയുമാണെങ്കിൽ നാളെ മരമുറിയും അതിന്റെ അപ്പുറത്തുള്ള ആളുകളിലേക്കും എത്തില്ലേ? അതൊരു യാഥാർത്ഥ്യല്ലേ? ആരൊപ്പം നിൽക്കുന്നോ അവർക്ക് മാത്രം നമ്മുടെ രാജ്യത്ത് മാധ്യമ പ്രവർത്തനം നടത്താം എന്നല്ലേ കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നത്? അപ്പൊ ബോധമുള്ള രാജ്യത്തെ ഒരു നാഷണൽ മീഡിയാസും ഈ പറയുന്ന ഇവരുടെ പ്രതിഷേധത്തിന് ഒരു തരത്തിലുള്ള കവറേജും കൊടുക്കുകയുമില്ല. കാരണം അവരുടെ ലക്ഷ്യം ഈ രാജ്യത്തെ തന്നെ നശിപ്പിക്കലാണ്. ഈ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെക്കലാണ്. മറ്റൊരു കൂട്ടരുണ്ട്. ഇത് ഈ പറയുന്ന മാധു, ഈ പറയുന്ന അരുൺകുമാർ, ഇവരൊക്കെ ഉറഞ്ഞതുള്ളേ അങ്ങനെയാണ് മോദിക്കെതിരെ രാജ്യത്ത് മലമറിയും ഒരുണ്ടയും നടക്കൽ. മറ്റൊരു കൂട്ടരുണ്ട്. ഇവിടെ അഫ്ഗാനിസ്ഥാൻ, ഈ പറയുന്ന നേപ്പാളിലുള്ളതുപോലെ, അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നടന്നതുപോലെ ഇവിടെ വലിയൊരു പ്രതിഷേധമൊക്കെ നടത്തി, വലിയ കലാപമൊക്കെ ജൻസി നടത്തിയ ഈ രാജ്യത്തെ ഭരണകൂടത്തെ അങ്ങ് തകർക്കാമെന്നൊക്കെയാ ഇവിടെ കുറെ മൊണ്ണ സ്വപ്നവുമായിട്ട് നടക്കുന്നത്. അവരോട് പറയാനുള്ളത്, ഈ പറയുന്ന ബംഗ്ലാദേശ് അല്ല ഇന്ത്യ, ഈ പറയുന്ന നേപ്പാൾ അല്ല ഇന്ത്യ,
അവിടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിൽ ജൻസി തെരുവിലിറങ്ങിയിട്ട് പോലീസിന് നേരെ ആക്രമണം നടത്തി, ഭരണകൂടത്തിന് നേരെ ആക്രമണം നടത്തി, സകലത്തിനും നേരെ അവർ ആക്രമണം നടത്തിയാണ് ആ രാജ്യത്തെ ഭരണകൂടത്തെ പോലും ജൻസി അട്ടിമറിച്ചത്. എന്നാൽ നമ്മുടെ ഭാരതത്തിലെ സ്ഥിതി എന്താ? 100 പേര് നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു കലാപത്തിന് നമ്മുടെ രാജ്യ തലസ്ഥാനത്തോ രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്തോ തെരുവിലിറങ്ങിയാൽ അവരെ നേരിടാൻ ഈ രാജ്യത്തെ ഔദ്യോഗിക സംവിധാനത്തിന്റെ യാതൊരു ആവശ്യമില്ല. ഔദ്യോഗികമായിട്ട് രാജ്യത്തിന്റെ സൈന്യം ഇറങ്ങി അവർക്ക് നേരെ വെടിവെപ്പുകളൊക്കെ നടത്തിയാലാണല്ലോ കൂടുതൽ ആളുകൾ ഇറങ്ങി വലിയ കലാപത്തിലേക്കൊക്കെ പോവുകയും ഭരണകൂടത്തിനെതിരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക. എന്നാൽ നമ്മുടെ രാജ്യത്തിനെതിരെ വെറും 100 പേർ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കാൻ, രാജ്യവിരുദ്ധരെ തുരത്താൻ 100 പേർക്ക് 100,000 പേർ വീതം രാജ്യസ്നേഹികൾ ഈ 100 പേർക്കെതിരെ രംഗത്തെത്തും. ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി. ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന RSS എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടന. ഇവർ ഈ പറയുന്ന സംഘടനയും ഈ പറയുന്ന പാർട്ടിയൊക്കെ ഭരിക്കുന്ന ഈ രാജ്യത്തെ ഭരണകൂടത്തെ കുറച്ച് ചൊപ്പ ആളുകൾ രംഗത്തെത്തിയിട്ട് എന്തെങ്കിലും അങ്ങ് ചെയ്യാമെന്നോ മൂക്കിൽ കയറ്റാമെന്നൊക്കെ അങ്ങ് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗലോകത്തിലാണ് എന്ന് ബോധമുള്ള സകല ആളുകൾക്കും മുന്നോട്ട് വെക്കാനുള്ളൂ. ഇത് മറ്റ് ഈ പറയുന്ന ബംഗ്ലാദേശിലും ഈ പറയുന്ന നേപ്പാളിലൊക്കെ തന്നെ ഇത്തരം ആളുകൾ രംഗത്ത് എത്തുന്ന സമയത്ത് ഭരണകൂടം തോക്കുപയോഗിക്കുമ്പോഴാണ് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവിടെ ഒരു തോക്കിന്റെ ആവശ്യമില്ല, ഒന്ന് സ്വിച്ച് ഇട്ടാൽ മതി. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ, RSSന്റെ ആളുകൾ, ഇവിടെ രാജ്യസ്നേഹികൾ അങ്ങ് നിരന്നു നിന്നാൽ കണ്ടം വഴിയോടും. ആരൊക്കെ രാജ്യത്തിന് എതിരെ നിൽക്കും? ഇവിടെ രാജ്യത്തിനെതിരെ ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാം, ഇവിടെ ഭരണകൂടത്തെ അങ്ങനെ അട്ടിമറി. ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ പാർട്ടികളാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ മണ്ടന്മാർ. യഥാർത്ഥത്തിൽ BJPയോട് എതിർപ്പുള്ള, മോദിയോട് എതിർപ്പുള്ള ആളുകൾ മറ്റൊരു പുതിയ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടി പ്രതിഷേധത്തിനൊക്കെ ഇറങ്ങുന്നതിനെ എങ്ങനെയാ പ്രതിപക്ഷ നിരയിലെ പാർട്ടികൾ ബുദ്ധിയുള്ളവര് പിന്തുണയ്ക്കുക? കാരണം തങ്ങളിലേക്ക് എത്തേണ്ട, പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് എത്തേണ്ട പുതുതലമുറയെ കോൺഗ്രസ് BJPയോട് മോദിയോട് ഇഷ്ടമില്ലാതെ, പ്രത്യേകിച്ച് രാജ്യത്തിനെതിരേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ചിന്തയൊക്കെ ഉള്ള ആളുകളെയൊക്കെ തന്നെ കോൺഗ്രസിന് കൂട്ടിപ്പിടിക്കാൻ സാധിക്കൂലേ? ആ കോൺഗ്രസിലേക്ക് വരുന്ന വരവ് അങ്ങ് ഇല്ലാതെയാവും. സകലതും കോക്രോച്ച് ജനതാ പാർട്ടിയിലേക്ക് പോകും. ചുരുങ്ങി പറഞ്ഞാൽ രാജ്യത്തെ പ്രതിപക്ഷം ഇങ്ങനെ മുറിഞ്ഞ് 1000-ഉം 2000-ഉം കഷ്ണമായിട്ട് പോയാൽ ഈ രാജ്യത്തെ ഭരണപക്ഷം വീണ്ടും കരുത്താർജിക്കല്ലേ? യഥാർത്ഥത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലുള്ള സംഘടനകള് ഇവരിങ്ങനെ നിരന്തരം വളരുന്നത്, ഇത്തരം ആളുകൾ അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട് വളരുന്നത് പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചാണ് ഏറ്റവും വലിയ പരാജയം സംഭവിക്കുക എന്ന് ഈ പ്രതിപക്ഷ നിരയിലെ മൊണ്ണമകളായിട്ടുള്ള ആളുകൾ എന്നാണ് തിരിച്ചറിയുക?